ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹോപ്പ് ആൻഡ് പ്രോമിസ് യൂട്യൂബ് ചാനലിലും ഈ ദൈവദിനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ പ്രഭാതത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിക്കൊണ്ട് ദൈവസ്ഥലിലേക്ക് അടുത്തു വരുവാനിടയാകട്ടെ. വളരെ സുപരിതമായ ഒരു വേദഭാഗ ചിന്ത ഈ രാവിലെ സമയം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തന പുസ്തകം 46 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമായിരിക്കുന്നു. വളരെ പരിചിതമായ വേദഭാഗത്തെ വിചിന്തനം ചെയ്യുവാൻ നാം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ആത്മീയ പ്രചോദനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് ഈ വേദാംശം. സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്നതും ആത്മീയ ജീവിതത്തിന്റെ പ്രചോദനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായ ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെ 3 വാക്കുകൾ കൊണ്ട് പരിചയപ്പെടുത്തുന്നു. ബലം, സങ്കേതം, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. വിശുദ്ധ തിരുവചനം നോക്കുമ്പോൾ ദൈവത്തെ ഒരു സംരക്ഷകനായി ഇവിടെ ഉയർത്തിയിരിക്കുന്നത്, ദൈവത്തെ ഒരു ബലം നൽകുന്നവനായി ഉയർത്തിയിരിക്കുന്നത് എന്ത് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഏത് ചുറ്റുപാടിലും ആശ്രയിക്കുവാനും ശരണപ്പെടുവാനും കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവത്തെ സങ്കേതമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. പഴയ നിയമ ചിന്തകളിൽ നാം കാണുന്നത് പ്രത്യേക സ്ഥലത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ആത്മീയ ചിന്ത ഉണ്ട്. ആ ചിന്ത ഇസ്രായേലിന്റെ മതബോധത്തിലും അവരുടെ സങ്കുചിതമായ ചിന്തയിലും നോക്കുമ്പോൾ യെരൂശലേമും അതിന്റെ പരിസരവുമാണ് ഈ സങ്കീർത്തന അകത്തെ പ്രധാന വിഷയം. എന്നാൽ പുതിയ നിയമ കാഴ്ചപ്പാടിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ നമ്മുടെ ദൈവത്തെ കഴിയുന്നത്. യേശുക്രിസ്തുവിലൂടെയുള്ള നമ്മുടെ ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികമായി വളരെ ആത്മീയമായ കരുത്ത് പകരുന്നതാണ്. ഇവിടെ സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത് ദൈവം സങ്കേതമായിരിക്കുന്നു, ബലമായിരിക്കുന്നു. ഏത് വിധത്തിലാണ് അത് അനുഭവിക്കുന്നത്? ഏത് രൂപത്തിലാണ്? തന്റെ ജനത്തോടൊപ്പം വസിക്കുന്ന ദൈവത്തിന്റെ സവിശേഷതയാണ് ആ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് പകർന്നു തരുന്നത്. അപ്പൊ ദൈവത്തിന്റെ സങ്കേതം എന്നുള്ള ആ വിശേഷണ പദം കൊണ്ട് മനുഷ്യന്റെ ജീവിത സാഹചര്യം ഏത് നിലയിലായാലും, ഏത് ചുറ്റുപാടിലായാലും, ഏത് സാഹചര്യത്തിൽ കൂടെ ജീവിച്ചു പോകുമ്പോഴും അവന് ആശ്രയിക്കുവാനും ശരണപ്പെടുവാനും കഴിയുന്ന ദൈവത്തിൽ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് അടുത്തു വരുവാൻ ഇടയായി തീരട്ടെ. സങ്കീർത്തന ചിന്തകൾ നമുക്ക് നൽകി തരുമ്പോൾ കലുഷിതമായ ഒരു സന്ദർഭമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പർവ്വതങ്ങൾക്ക് സ്ഥാനചലനം ഉണ്ടാകുന്നു, സമുദ്രത്തിന്റെ സ്ഥിതിവിശേഷങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. ഇവയെല്ലാം സംഭവിക്കുമ്പോഴും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴും അതിനെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് ഈ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ജീവിത സാഹചര്യങ്ങൾ ഈ നിലയിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും അസന്തുലിതാവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മനുഷ്യന് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ അവന് ലഭ്യമാകുന്നത് ബലമാണ്. ദൈവത്തിന്റെ ബലം എന്ന് പറയുന്നത് എന്താണ് വിശേഷിപ്പിക്കുന്നത്? ദൈവത്തിന്റെ ബലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ പ്രതീകമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ സമയത്ത് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ബലം അനുഭവിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരമാധികാരം അവൻ തന്റെ ജനത്തിനു വേണ്ടി വ്യാപരിപ്പിക്കുകയാണ്. പുതിയ നിയമ ചിന്തയുടെ അതിന് അടിവരയിട്ട് പറയുമ്പോൾ തന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന
ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പൗലോസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് പരിചിതമായ വേദഭാഗമാണ്. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഏത് പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിലും അസ്ഥിരതകൾ ഉളവാക്കുന്ന പ്രകൃതിയുടെ ആകട്ടെ മനുഷ്യന്റെ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന സമ്മിശ്ര പ്രതികരണങ്ങളാകട്ടെ മനുഷ്യനെ ഏതു തരത്തിലും തകർത്ത് കളയുവാൻ കവണം പദ്ധതികൾ ഒരുക്കിയാലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സ്ഥിരപ്പെടുത്താൻ കഴിവുള്ള ദൈവം മനുഷ്യന് നേരെ കടന്നു വരുന്ന ഏത് വെല്ലുവിളികളെയും അതിനെ ക്രമപ്പെടുത്തി ഒരു വിശ്വാസിയെ, ഒരു ദൈവ പൈതലിനെ അതിനകത്ത് സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് നാം ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ സമയം നാം ദൈവജനം ചിന്തിക്കുമ്പോൾ ആ സങ്കീർത്തനകത്ത് മറ്റൊരു ഭാഗം കൂടെ പറയുന്നുണ്ട്, ജാതികൾ ക്രൂദ്ധിച്ചു. അതിന്റെ അർത്ഥം ഒരു യുദ്ധ പശ്ചാത്തലം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ യുദ്ധ പശ്ചാത്തലം സൃഷ്ടിച്ചാലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചാലും ഒരു ഭക്തനെ സംബന്ധിച്ച് ദൈവത്തിന്റെ സംരക്ഷണം അവന് വേണ്ടിയുണ്ട്. ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയിൽ അവന് നേരെ വരുന്ന യുദ്ധ പശ്ചാത്തലത്തെ, യുദ്ധത്തെ നേരിടുക, ജയിക്കുക മാത്രമല്ല യുദ്ധത്തെ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ച് ദൈവിക പരമാധികാരം എന്നുള്ള ബലത്തിൽ ആശ്രയിക്കുമ്പോൾ ജീവിത സാഹചര്യങ്ങൾ ഏത് നിലയിലൊക്കെ കടന്നു പോകുമ്പോഴും അവൻ അനുഭവിക്കാൻ കഴിയുന്നത് ആ ദൈവിക പരമാധികാരത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ബലത്തിന്റെ ശക്തിയാണ്. ഇവിടെ ദൈവവചനത്തിലേക്ക് നാം ചിന്തിച്ചു വരുമ്പോൾ ജീവിത സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും ഒരുപോലെ അല്ലായിരിക്കാം. ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും മാറി മറിയും. ജീവിതത്തിന്റെ ചര്യകൾക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കും. നിലച്ചിരിക്കാത്ത സമയത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ കടന്നു വരുമ്പോൾ അവൻ ആശ്രയിക്കുവാൻ, അവന് ശരണപ്പെടുവാൻ, അവന് സങ്കേതമായി തീരുവാൻ, ഭൂമിയിൽ ആരെയും കാണുവാനില്ലാതിരിക്കുമ്പോൾ നിസ്സഹായ അവസ്ഥയിൽ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിന്റെ നടുവിൽ അവൻ ദൈവത്തിങ്കിലേക്ക് ആശ്രയിച്ചടുത്തു ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം, ദൈവത്തിന്റെ ശക്തിയുടെ പ്രവൃത്തി അവന് വ്യക്തിപരമായി അനുഭവിച്ച് സന്തോഷിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന്റെ ശക്തി എത്രമാത്രം വലുതെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ജീവിപ്പിക്കുന്നതാണ്, അത് ബലം തരുന്നതാണ്. ഈ സങ്കീർത്തനത്തിന്റെ 1-2 വാക്കുകൾ വായിക്കുമ്പോൾ സമുദ്രത്തിന്റെ സന്തുലിതാവസ്ഥകൾ ആകെ മാറി മറിഞ്ഞപ്പോൾ പിന്നത്തേതിലേക്ക് കാണുന്നത് ഒരു നദിയുണ്ട്. അത് ദൈവനഗരത്തെ സന്തോഷിപ്പിക്കുന്ന നദി. ആരംഭ സമയത്ത് നാം കാണുന്നത് കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ, കലങ്ങി മറിഞ്ഞിരിക്കുന്ന ചുറ്റുപാടുകളാണെങ്കിൽ, രണ്ടാമത്തേത് കാണുന്നത് ദൈവത്തിന്റെ നദിയുടെ സവിശേഷത എന്ന് പറയുന്നത് അത് ജീവദായകം ആണ്, ജീവനെ പകരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആശ്രയിക്കാൻ, ആ ജീവന്റെ നായകനായ യേശുവിലേക്ക് ആശ്രയിക്കുവാൻ ഇന്ന് പകലിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ജീവിത സാഹചര്യങ്ങൾ നാം ചിന്തിക്കുന്നതിനപ്പുറത്ത് വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ, ആരുടെയും കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനില്ലാതെ ഇരിക്കുമ്പോൾ, ആരുടെയും വാക്കുകൾ നമുക്ക് വേണ്ടി ഇല്ലാതെ ഇരിക്കുമ്പോൾ, ആരും അടുത്തു വരാനില്ലാതെ ഇരിക്കുമ്പോൾ, ഏത് സാഹചര്യത്തിലും തക്ക തുണയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ദൈവത്തെ മാത്രമാണ്. ദൈവത്തെ മാത്രമേ അങ്ങനെ പറയുവാൻ കഴിയൂ. മനുഷ്യനിൽ നാം പലപ്പോഴും ആശ്രയിച്ചു പോകുന്നവരാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മനുഷ്യരിലേക്ക് ആശ്രയത്തിനായി അടുത്തു ചെല്ലുന്നവരാണ്. എന്നാൽ അവരാരും തക്ക തുണയല്ല, ഏകൻ മാത്രമാണ് തക്ക തുണയായിരിക്കുന്നത്, ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത്.
എല്ലാ മനുഷ്യരും അകലുന്ന ചില സന്ദർഭങ്ങൾ, രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധിയുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മനുഷ്യരും നമ്മെ വിട്ടകന്നു പോകും. എന്നാൽ അവിടെയൊക്കെ വരാൻ മനുഷ്യന് മടി കാണിക്കുമ്പോൾ തക്ക തുണയായിരിക്കുന്ന ദൈവം മാത്രമേ നമ്മുടെ അരികിൽ വരികയുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് തക്ക തുണയായിരിക്കുന്ന ദൈവത്തിലേക്ക് ആശ്രയിച്ച് അടുത്തു ചെല്ലാം, അവനിൽ ശരണപ്പെടാം. ഏത് സാഹചര്യത്തിലും, ഏത് ചുറ്റുപാടിലും, ഏത് പരിതസ്ഥിതിയിലും നമുക്കടുത്ത് ചെല്ലുവാൻ കഴിയുന്ന ആ ദൈവത്തിന്റെ സഹായത്തിന്റെ കരത്തിൽ ഈ പ്രഭാതത്തിൽ ആശ്രയിച്ച് ഒരു നല്ല ക്രിസ്തു ജീവിതം മുൻപോട്ട് നയിക്കുവാൻ സർവശക്തൻ കൃപ നൽകട്ടെ എന്നുള്ള വാക്കുകളോടുകൂടെ ഞാൻ എൻ്റെ ഈ ലഘുപ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതാകട്ടെ.